സോ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം സ്ഥിരം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻസിൽ വരുന്ന ഒരു കാര്യമാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, ക്യാമറ ക്വാളിറ്റി കുറഞ്ഞു, അപ്ഡേറ്റിന് ശേഷം എടുക്കുന്ന ഫോട്ടോയിലൊന്നും ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു നോയ്സ് കയറി വരുന്നു. യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ക്യാമറ ക്വാളിറ്റി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളായിട്ട് ഞാൻ തരാം, ഇല്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ എടുക്കുന്ന ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ 17 Pro ഫോർ എക്സാമ്പിൾ, ഇതിന് 3 സെൻസേഴ്സിനും 48 മെഗാ പിക്സൽ സെൻസേഴ്സാണ്. ഇതിൽ ഈ 48 മെഗാ പിക്സൽ എന്നുള്ളത് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഓർക്കും, എന്താണ് ഈ പിക്സൽ ഡെൻസിറ്റി? ഈ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ലക്ഷറിയാണ്. ആക്ച്വലി 2 വർഷം മുന്നേ ഇറങ്ങിയ 15 Pro ആണിത്. ഓക്കെ, ഇതിൽ ഒരു സെൻസർ മാത്രമാണ് 48 മെഗാ പിക്സൽ, ബാക്കിയുള്ള 2 സെൻസേഴ്സും 12 മെഗാ പിക്സൽ സെൻസേഴ്സാണ്. ഈ 12 മെഗാ പിക്സൽ എടുത്തുകൊണ്ടിരുന്ന ഫോട്ടോസും 48 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ, സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നടത്തിയാൽ വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ ഡിഫറൻസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു 48 മെഗാ പിക്സലും 12 മെഗാ പിക്സലും എടുത്ത ഫോട്ടോ ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഫിസിക്കലി നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ, വലിയൊരു പ്രിൻ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനകത്തെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഈ പിക്സൽ ഡെൻസിറ്റിയാണ്. അതിൽ 48 മെഗാ പിക്സൽ സെൻസർ ഉള്ള ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ എടുത്ത പ്രിൻറ്റിന് നല്ല ഡെപ്തായിരിക്കും, നല്ല കളറും നല്ല ഡെപ്തും ആയിരിക്കും. എന്നാൽ അതേസമയം 12 മെഗാ പിക്സലിലെടുത്ത പ്രിൻറ്റിന് ക്വാളിറ്റി കുറവായിരിക്കും കമ്പയറിങ് ടു 48 മെഗാ പിക്സൽ. രണ്ടാമത്തെ കാര്യം ക്രോപ്പിംഗ് ആണ്. ഈ 48 മെഗാ പിക്സലിലെടുത്ത ഫോട്ടോസ് ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ആ ഒരു സബ്ജക്റ്റിലേക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളാണ് ഈ പിക്സൽ ഡെൻസിറ്റി കൂടുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അല്ലാതെ എടുക്കുന്ന ഫോട്ടോയുടെ ക്ലാരിറ്റിയിലോ കാണുന്നതിലോ ഒന്നും വലിയ വ്യത്യാസങ്ങൾ തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ചില ബ്രാൻഡുകളുടെ 200 500 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. അൺലെസ് ആ ഒരു ഫോണിലെടുത്ത ഫോട്ടോ വെച്ച് നമ്മളൊരു ബിൽ ബോർഡൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, കാര്യമുണ്ട് എന്ന് വിചാരിക്കാം. ഇനി നമ്മളുടെ പോയിന്റിലേക്ക് വരുമ്പോൾ, അപ്ഡേറ്റിന് ശേഷം ഇതേ ഫോണിലെടുക്കുന്ന ഫോട്ടോയിൽ ക്വാളിറ്റി, ഇമേജിന് അത്ര പൊലിമ പോരാ എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സംഭവം ഈ ഫോണിലുണ്ട്. എല്ലാ ഫോണിലുണ്ട് ഇമേജ് പ്രോസസ്സിംഗ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 48 മെഗാ പിക്സൽ സെൻസർ എവിടെയും പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഇമേജിന് ക്വാളിറ്റി കുറവും നോയ്സും ഒക്കെ വരുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇമേജ് പ്രോസസ്സിങ്ങിലാണ്. സോ ഇമേജ് പ്രോസസ്സിങ്ങിന് എന്തെങ്കിലും ബഗ്ഗോ ഗ്ലിച്ചോ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാഷ്വലി എടുത്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീസ്റ്റാർട്ട് കൊണ്ട് നമുക്ക് പല മാജിക്കും ചെയ്യാൻ സാധിക്കും. സോ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ബഗ്ഗുകൾ, ഗ്ലിച്ചുകളൊക്കെ സോൾവ് ആകും. അങ്ങനെ നമുക്കൊരു പരിധി വരെ ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ബഗ്ഗുകളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.